I wish you a Merry Christmas and a Happy New Year. In the name of Jesus and in the name of our prayer group, Jesus Living Waters, we announce the good tidings that Jesus Christ is born on Christmas Day. The very fact that Jesus Christ is born on today or tomorrow or yesterday is not the issue. He is born in our heart. നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ വസിക്കുക, അവന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുക, അതായിരിക്കണം നമ്മുടെ ക്രിസ്തുമസ്. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരു വെളിച്ചം ഉണ്ടാകുകയാണ്. നമ്മളെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നിത്യമായ ജീവനെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഉണ്ടാകുന്നത്. അതിന് വേറെ ഒരു വഴിയും ദൈവം വെച്ചിട്ടില്ല. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മീതെ നമുക്ക് വേണ്ടി ഏക മധ്യസ്ഥനായിട്ട് നമ്മുടെ പാപത്തിന് വേണ്ടി എൻ്റെ ഇറ്റേണൽ ഡെത്ത്, മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ തക്കവണ്ണം ഏകനായി നിന്ന് ക്രൂശ് വഹിച്ച ഒരുവൻ എൻ്റെ കർത്താവ് മാത്രമാണ്. അവൻ്റെ വിശുദ്ധ രക്തത്താലാണ് നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ക്രിസ്തു വന്നില്ലായിരുന്നു എങ്കിൽ മനുഷ്യൻ എന്താ സ്ഥിതിയിലാകുമെന്ന് നമുക്ക് പറയാൻ പോലും സാധിക്കത്തില്ല. ദൈവം ഭൂമിയിൽ കടന്നു വന്നത് നമ്മളെ രക്ഷിക്കാനാണ്. അവൻ തന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടത്തിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് അവൻ വന്നത്. ദ ചോയ്സ് ഈസ് ഫ്രീ. അത് ഫ്രീഡം എല്ലാവർക്കും ഉണ്ട്. അവൻ സ്വീകരിക്കാൻ പറയുമ്പോൾ അത് സ്വീകരിക്കുന്ന ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിന്ന് കടന്നു വരുന്നതാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്മസിൻ്റെ ദിവസമെന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ അറിയാവുന്ന ഒരു സത്യം തന്നെയാണ്. ദൈവം മുൻകാലങ്ങളിൽ തീരുമാനിച്ചത്, അതായത് ഉൽപ്പത്തിയിൽ ആദവും ഹവ്വയും പാപം ചെയ്തപ്പോൾ സ്ത്രീയുടെ സന്തതി സർപ്പസന്തതിയെ മെതിക്കും എന്ന് ദൈവം അന്ന് വാഗ്ദത്തം ചെയ്തു. പക്ഷെ ആ സ്ത്രീയുടെ സന്തതി ആരെ എന്ന് അറിയത്തില്ലായിരുന്നു. ഓരോ കാലങ്ങളിലും ഈ വ്യക്തി ആയിരിക്കും അല്ലെങ്കിൽ ഇതായിരിക്കും ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പലരും ആദ്യം തൊട്ട് ചിന്തിച്ചു. എന്നാൽ യെശയ്യാ പ്രവാചകൻ 7:14 പറയുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇത്ര അറിഞ്ഞാൽ മതി. അത് തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപായിട്ട് ഗബ്രിയേൽ മാലാഖ വന്നിട്ട് മാതാവിനോട് സംസാരിക്കുന്നൊരു ഭാഗമാണ്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട്. അവൾ ആ വാക്ക് കേട്ട് പ്രഭിച്ചു, ഇതെന്തൊരു വന്ദനമെന്ന് ചോദിക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേർ വിളിക്കും, അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അതായത് ദാവീദിൻ്റെ സിംഹാസനം ഭൂമിയിലേതാണ്. ഇവിടെ നമ്മൾ ആ സിംഹാസനം ദൈവപുത്രനായ യേശുവിന് കൊടുക്കാൻ വേണ്ടി ദൈവം മനുഷ്യനായിട്ട് വരണമായിരുന്നു. അതിനുവേണ്ടി ഒരാളെ നോക്കിയിരുന്നു. അങ്ങനെ കന്യകയായിട്ടുള്ള വിശുദ്ധ ജീവിതം നയിക്കുന്ന കന്യക മറിയാമിനെ ചൂസ് ചെയ്തു. അവൾ ചോദ്യം ചോദിക്കുന്നു, ഗബ്രിയേലിനോട് സംശയം ചോദിക്കുന്നു. അതെല്ലാം കഴിയുമ്പോൾ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ മാതാവ് പറയുന്നുണ്ട്, ഇതാ നിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ. അങ്ങനെ ദൈവം തമ്പുരാൻ ഒരു കന്യകയെ അടുക്കൽ വന്നു ചോദിച്ച് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ദൈവം തമ്പുരാൻ തൻ്റെ പുത്രനെ ഭൂമിയിലോട്ട് അയച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ എന്തുമാത്രം പ്രാധാന്യം ദൈവം കൊടുക്കുന്നു. നമുക്ക് തന്നിരിക്കുന്ന ഫ്രീ ചോയ്സ് അത് നമ്മൾ ഒരിക്കലും വൃഥാവായിട്ട് അല്ലെങ്കിൽ അത് ലാഘവമായിട്ട് കാണില്ല. യെശയ്യാ 9 പറയുന്നുണ്ട്, 9-ാം അധ്യായത്തിൽ ഈ 2-ാം വാക്യം തൊട്ട്, ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ട്. നമ്മളെല്ലാവരും ഇരുട്ടിലാണ് നടക്കുന്നത്. ദൈവമില്ല എങ്കിൽ, ക്രിസ്തു ഉള്ളിലില്ല എങ്കിൽ എന്നൊക്കെ കാണിച്ചു വെച്ചാലും നമ്മൾ ഇരുട്ടിൽ തന്നെയാണ്. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്തെ വാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. പിന്നെ പറയുന്നത് 6-ാം വാക്യത്തിൽ, നിനക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നിനക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവേ, സമാധാന പ്രഭു എന്ന പേർ വിളിക്കും. മനസ്സിലാക്കണേ, ദൈവം നമുക്ക് വേണ്ടി ഭൂമിയിലോട്ട് ഇറങ്ങി വരുമ്പം നമുക്കൊരു ശിശു ജനിക്കുകയാണ്. ദൈവം ശിശുവിനെ ജനിപ്പിക്കുകയാണ്. അതിനൊരു സ്ത്രീ ആവശ്യമുണ്ടായിരുന്നു.
നമുക്കൊരു മകനെ നൽകുകയാണ് ചെയ്തത്. അത് നമുക്ക് പിടിച്ചു പറിക്കാൻ ഒക്കില്ല, ദൈവം നൽകിയതാണ്. അത് ആ ക്രിസ്തു ഇവിടെ വന്നിട്ട് നമ്മളിപ്പോഴും അവിടെ ഇവിടെ നോക്കി നടക്കുന്നെങ്കിൽ അത് ദൈവത്തോട് ചെയ്യുന്ന വലിയ അപരാധമല്ലേ? അത് തെറ്റല്ലേ? അതിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? നമുക്ക് നമ്മളെ തന്നെ കുരുതി കൊടുക്കാൻ, അല്ലെ യാഗം കഴിക്കാൻ, ബലി അർപ്പിക്കാൻ നമുക്ക് മടിയില്ല, വേണ്ടി വന്നാൽ അത് ചെയ്യും. പക്ഷെ സ്വന്തം മക്കളെ കൊടുക്കാൻ പറയുമ്പം ആരും അത് ചെയ്യത്തില്ല. പിതാവാം ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാ ഭൂമിയിലേക്ക് അയച്ചതെന്നറിയാമോ? ദാവീദിൻ്റെ സിംഹാസനത്തിൽ വന്ന് ഈ ലോകത്തിൻ്റെ അധിപതിയായിട്ടും കൂടെ ജീവിക്കാൻ. സ്വർഗത്തിലേതായാലും ഹീസ് ഓൾറെഡി ദ കിങ് ഓഫ് കിങ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ്. അപ്പം സമാധാനത്തിൻ്റെ ദൈവം, എന്താ പേര്? അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദൈവത്തിൻ്റെ ആധിപത്യം അല്ലെങ്കിൽ ഹിസ് അതോറിറ്റിക്ക് അതിൻ്റെ മേലൊരു അതോറിറ്റി ഇല്ലെന്ന്. അവൻ്റെ ആധിപത്യം അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ഓരോരുത്തരെ മനുഷ്യരെ പൊക്കി വെക്കുമ്പം നമ്മൾ മനസ്സിലാക്കണം, ദേ ആർ ഓൾ ജസ്റ്റ് ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂക്കളെ പോലെ ഈ മനുഷ്യനെയാണ് നമ്മളീ പൊക്കി വെക്കുന്നത്. ദൈവം പറയുന്നത് എന്തുവാ? ദൈവത്തിൻ്റെ സ്വന്തം പുത്രനെ അയച്ചിട്ട് ആ പുത്രൻ്റെ ആധിപത്യം, അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനം. നമ്മൾ സമാധാനത്തിന് വേണ്ടിയല്ലേ ഒത്തിരി ഓടിക്കളിക്കുന്നത്. അതിന് അവസാനമില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്വത്തിന് ഇന്ന് മുതൽ എന്നേക്ക് അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. ഇപ്പം ദാവീദ് സിംഹാസനം നിലനിർത്തേണ്ടത് ഭൂമിയിലാണ്. സ്വർഗത്തിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത സത്യങ്ങളാണിത്. പക്ഷെ നമ്മൾ വേണം ഇവിടെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. ആർ വി റിയലി ഡൂയിങ് ഇറ്റ്? നമ്മൾ ഈ കുറേ ലൈറ്റും കുറേ പ്രസൻറ്റും ഒക്കെ കൊടുത്ത് അതിനകത്ത് നമ്മൾ ഈ സാന്റാക്ലോസിനെ കണ്ട് അവിടെ അങ്ങ് നിർത്തിപ്പോവുകയാണോ? അതൊന്നും അല്ല ക്രിസ്മസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർത്താവിൻ്റെ ഉദ്ദേശം അവനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവനെ രാജാവായിട്ട് വാഴ്ത്തണം, അവന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പറയുന്നുണ്ട്, സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണതനെ നിവർത്തിക്കും. കർത്താവ് യാക്കോബിലൊരു വചനമയച്ചു, അതവിടെ നിൽക്കട്ടെ. ദൈവത്തിൻ്റെ രാജ്യത്വത്തിന് അവസാനമില്ല. ദ ഗവൺമെൻറ് വിൽ ബി ഓൺ ഹിസ് ഷോൾഡർ. എല്ലാ ഭൂമിയിലുള്ള ഗവൺമെൻറ്റും നമ്മൾ കാണുമ്പോൾ ഈ ഗവൺമെൻറ് ഇപ്പം കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പുള്ള ഗവൺമെൻറ് അല്ല ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് ആണോ? അതായത് അപ്പോൾ 100 വർഷത്തിന് മുമ്പുള്ള ഗവൺമെൻറ് അല്ല ഇവിടെ നിൽക്കുന്നതാണോ? അല്ല. പക്ഷേ ദ ഗവൺമെൻറ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് is on the shoulder of King of King and Lord of Lord. That is Jesus Christ. ആ ക്രിസ്തുവിൻ്റെ തോളിലാണ് അതിരിക്കുന്നത്. നമ്മൾ ആ കൂട്ടത്തിൽപ്പെടണം, ആ പക്ഷത്തിലായിരിക്കണം. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഭൂമിയിൽ വെച്ച് നമുക്കൊരവസരം കിട്ടുമ്പോൾ അത് പ്രാപിച്ചെടുക്കുന്നതാണ് ലോകത്തിലേക്കും വലിയ ഭാഗ്യം. അതാണ് നമ്മുടെ ക്രിസ്മസിൻ്റെ സന്ദേശം. നമുക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വെട്ടം എന്തെന്നും വെളിച്ചം എന്തെന്നറിയാതെ ആത്മാവ് മരിച്ചവരായ നമുക്ക് വേണ്ടി അവൻ ആത്മാവിൽ ഇറങ്ങി വന്ന് ഒരു ജഡശരീരം പ്രാപിച്ചെടുത്ത് കന്യാമറിയാമിലെ ശിശുവായി വന്ന് നമ്മുടെ കൂടെ വസിച്ച് 33.5 വർഷം നമ്മുടെ കൂടെ കഴിഞ്ഞ് 3.5 വർഷം പരസ്യ ശുശ്രൂഷ ചെയ്ത് അവൻ ആരെന്ന് വെളിപ്പെടുത്തി കൊടുത്ത് കാൽവറി ക്രൂശിലെ മരണം ഏറ്റെടുത്ത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ്റെ അവസാനത്തെ രക്തവും ചൊരിഞ്ഞു തന്ന് നമുക്ക് നിത്യരക്ഷ തന്ന ക്രിസ്തുവാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അവനോട് തുല്യൻ ആരാണുള്ളത്? അവനോട് കടപിടിക്കാൻ ആർക്ക് സാധിക്കും? ആ സത്യത്തിൻ്റെ മുമ്പിൽ ഇന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുന്നുവെങ്കിൽ എന്ത് ക്രിസ്തുമസാണ്? ക്രിസ്തുവിൻ്റെ ആത്മാവിനെ ധരിക്കുക, അവന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കുക. നമ്മൾ കാണുന്നതിലും നിറയ്ക്കുന്നതിലും അവനിലല്ലോ നാം ചരിക്കുന്നതും ജീവിക്കുന്നതും നിലനിൽക്കുന്നതും. അവനിലല്ലോ. പുസ്തക പ്രവൃത്തി 17 പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വന്ന് അവനെ വളർത്തിയെടുത്ത് ശിശുവായിട്ടിരിക്കുന്ന യേശുവിനെ അല്ല, ശിശുവായിട്ട് അന്ന് വന്നു, എന്നതെല്ലാം കഴിഞ്ഞില്ലേ? ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന നമ്മളെ കൂടെ അവിടെ ഇരുത്തുന്ന ആ യേശുവിനെയാണ് നമ്മൾ കാണേണ്ടത്. കൊടുക്കേണ്ട സ്ഥാനം അവന് കൊടുക്കുക. എൻത്രോൺ ഹിം ഓൺ ദ ത്രോൺ ഓഫ് അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ നടുക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവും കൂടെ അവനെ സ്നേഹിക്കുക. അതാണ് നമ്മുടെ ഏക കൽപ്പന. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളും ദൈവത്തിൻ്റെ പ്രതിരൂപമായി മാറും.
അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങും. അതില്ലാത്തപ്പോഴേ അവനവനെക്കുറിച്ച് വിലയില്ലാത്ത ദൈവത്തോടുള്ള സ്തുതിപ്പും അടുപ്പത്തിനും കുറവാണ്. അതായത് നമ്മൾ എന്തിനെ നോക്കിയിരിക്കുന്നു ആ രൂപമായി നമ്മൾ മാറുമല്ലോ. ദൈവത്തിൻ്റെ അടുക്കൽ മോശ എന്നിട്ട് 40 ദിവസം നിന്നപ്പോൾ ദൈവത്തിൻ്റെ ഛായ മോശയുടെ മുഖത്ത് പ്രതിഫലിച്ചു. ഇന്ന് പുതിയ നിയമത്തിൽ ദ വെയിൽ ഈസ് ടോൺ ഓൾറെഡി. ദൈവത്തിൻ്റെ മറ മാറിയിരിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ നിന്ന്. യേശുവിനെ സ്വീകരിച്ചിട്ട് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം ക്രിസ്തുവിന് കൊടുക്കുക. അവന് വേണ്ടി ജീവിക്കാൻ ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് ഈ ഒരു ക്രിസ്മസ് രാത്രിയാകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ഒരു തീരുമാനം എടുത്തിരിക്കണം. അതിൽ ഉറച്ചു നിൽക്കുക. ദൈവവും നിങ്ങളുമായിട്ടൊരു ബന്ധമുണ്ടാക്കുക, ഉടമ്പടി എടുക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുടുംബമായിട്ട് ഈ വെളിച്ചത്തിലേക്ക് കടന്നു വരണം. അതുകൊണ്ടാണ് പറയുന്നത് ഇരുട്ടിൽ നടന്നവർക്ക് വലിയൊരു പ്രകാശം. നമ്മളെല്ലാം ഇരുട്ടിൽ തപ്പി നടക്കുന്നവരാണ്. പക്ഷെ ദൈവം നമുക്ക് പ്രകാശമായി വന്നു. അവൻ ഇന്ന് സ്വർഗത്തിൽ പിതാവാം ദൈവത്തിൻ്റെ കൂടെ അവൻ ഒരു കാര്യമേ പറയുന്നത്, ബിഹോൾഡ് ഐ സ്റ്റാൻഡ് ആൻഡ് നോക്ക് അറ്റ് ദ ഡോർ. ഇഫ് എനിവൺ ഷുഡ് ഹിയർ മൈ വോയിസ് ഐ ഓപ്പൺ ദ ഡോർ, ഐ വിൽ കം വിത്ത് ഹിം ആൻഡ് സപ്പ് വിത്ത് ഹിം. അതേ ഞാൻ വാതിക്കൽ വന്ന് മുട്ടുക. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടിട്ട് വാതിൽ തുറക്കുന്നെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ വന്ന് അത്താഴം കഴിക്കും. അതല്ലേ ക്രിസ്മസ്. അതാണ്. പ്രസൻറ്റ് കൊടുക്കുന്നതൊന്നുമല്ല. മാറി കൊടുക്കാൻ ആഗ്രഹമുള്ളവർ കൊടുക്കുകയും നല്ലത് തന്നെ, ദൈവത്തിൻ്റെ മഹത്വത്തിന്. പക്ഷെ കർത്താവിനെ ഇല്ലാത്ത ഒരു ക്രിസ്മസ് ഉണ്ടാകരുത്. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇപ്പം ക്രിസ്തുവിൻ്റെ മഹത്വവും യേശു ക്രിസ്തു ഏത് ദിവസമാണ് ക്രിസ്തു ഉണ്ടായെന്നുള്ള ദിവസത്തിൻ്റെ പ്രസക്തി അല്ല ഇവിടെ. ക്രിസ്തു ഒരു ദിവസം ഉണ്ടായല്ലോ, അത് ഇന്നാണ് സെലിബ്രേറ്റിങ്. നമ്മുടെ ഹൃദയത്തിൽ അവനെ ഒന്നും കൂടെ ഉറപ്പിക്കും. ലെറ്റ് us make a commitment to the Lord that we belong to him. അതാണ് എൻ്റെ ആഗ്രഹം. അവൻ്റെ കൂടെയാണ്. അവനെൻ്റെ മണവാളനാണ്. പുതിയ നിയമം ആകുമ്പോഴത്തേക്ക് വെളിപ്പാടാകുമ്പോഴത്തേക്ക് മണവാളനും മണവാട്ടിയുടെയും സ്റ്റേജിലാണ്. ആ സോങ് ഓഫ് സോങ്സിനകത്ത് പറയുന്നത് പോലെ ഞാൻ അവനുള്ളവൾ ആയി മാറണം, അല്ലെ ഞാൻ അവനുള്ളവൻ ആയി മാറണം. കാന്തനും കാന്തയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കയറുവാൻ ക്രിസ്തു മണവാളിനും നമ്മൾ മണവാട്ടിയുമായിട്ടുള്ള അദ്ദേഹത്തിലേക്ക് കർത്താവ് പറയുന്നത് പോലെ അവനൊരു ഉദയ നക്ഷത്രമാണ്. വരിക എന്ന ആത്മാവ് മണവാട്ടിയും പറയട്ടെ, കേൾക്കുന്നവന് വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ. ഇതൊക്കെ നമ്മളിപ്പോഴും ഓർക്കേണ്ടതാണ്. കർത്താവ് ജനിച്ചത്, കർത്താവ് എന്തിനാണ് ജനിച്ചതെന്നും കൂടെ ഹി ഈസ് ഫിനിഷ്ഡ് എവറി വർക്ക്. ഇനി അതിനുവേണ്ടി ഇനി വേറെ ദിവസം ആലോചിക്കേണ്ട. സാക്ഷീകരിക്കുന്നു അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. കർത്താവേ വേഗം വരണമേ എന്ന് പറയുമ്പോൾ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരയണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അതാണ് ആശംസ. കൃപയുടെ നദി ഒഴുകിക്കഴിഞ്ഞിരിക്കുന്നു. ദാഹിക്കുന്ന ഏവരും എൻ്റെ അരികിലേക്ക് വരുവിൻ. ജീവൻ്റെ നദി ഇതാ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് നിറഞ്ഞ് തുളുമ്പി ഒഴുകുകയാണ്. അത് പിന്നെ നിൽക്കത്തില്ല. അതെവിടെ നിന്നും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും, കേൾക്കുന്നവരുടെ ഹൃദയങ്ങൾ, ഭവനങ്ങളിൽ നിന്ന്, മക്കളിൽ, മരുമക്കളിൽ, കൊച്ചുമക്കളിൽ, ഭർത്താക്കന്മാരിൽ, ഭാര്യമാരിൽ, അപ്പനമ്മയിൽ, സഹോദരി സഹോദരങ്ങൾ, കൂട്ടുകാരിൽ, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ, പള്ളികളിലൊക്കെ, സഭായോഗങ്ങൾ എല്ലായിടത്തും ഇത് പടരട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടാകട്ടെ. സകലവിധമായ ക്രിസ്തുമസിൻ്റെ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ നാമത്തിൽ, ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് നേരുന്നു. പ്രാപിച്ചെടുത്താട്ട് അനുഗ്രഹം അനുഭവിച്ചാട്ട്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.